നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ SFIയുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് സിദ്ധാർത്ഥ് മരിച്ച സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി കോളേജ് ജീവനക്കാരൻ. സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമെന്ന് ഉറപ്പാണെന്ന് കോളേജ് ജീവനക്കാരൻ പറഞ്ഞു. ജനം ടിവിയോടായിരുന്നു ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ്. കൊലപാതകമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് എനിക്കും തോന്നി. കോളേജ് അധികൃതർക്കും ഡീനിനും ഇതിനെക്കുറിച്ച് അറിയാം. സിൻജോയുടെ മുറിയുടെ ബോർഡിൽ തൂക്കുകയറിന്റെ ചിത്രങ്ങളുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ ചെരുപ്പ് കട്ടിലിനടിയിൽ നിന്നും കണ്ടെടുത്തു. ജീവനക്കാരൻ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ദുരൂഹതകൾ അവസാനിച്ചിട്ടില്ല. ഡീൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുന്ന നിരവധി കാര്യങ്ങൾ സിദ്ധാർത്ഥിനെ ആശുപത്രിയിൽ എത്തിച്ച ആംബുലൻസ് ഡ്രൈവറും വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും പുതിയ VC ഡോക്ടർ CC ശശീന്ദ്രൻ സസ്പെൻഡ് ചെയ്തിരുന്നു. ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ R കാന്തനാഥൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇരുവരുടെയും ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചെന്ന വ്യാപക പരാതി സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉയർന്നിരുന്നു. തുടർന്നാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. അതിനിടെ കോളേജ് ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ R കാന്തനാഥൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ T ജയപ്രകാശ് ആവശ്യപ്പെട്ടു. ഇരുവരുടെയും സസ്പെൻഷൻ നല്ലത് തന്നെ. മരണത്തിൽ ഇരുവർക്കും മുഖ്യ പങ്കുണ്ട്. ഇരുവരെയും കേസിൽ പ്രതിയാക്കിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയപ്രകാശ് പറഞ്ഞു. പെൺകുട്ടിയെയും അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിലാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ എല്ലാം പോലീസ് വെറുതെ വിട്ടുവെന്നാണ് ആരോപണം. ഗൂഢാലോചനയിൽ പെൺകുട്ടിക്ക് വ്യക്തമായ പങ്കുണ്ട്. എന്നിട്ടും അന്വേഷണത്തിന്റെ ഭാഗമാക്കാത്തത് ദുരൂഹതയായി തുടരുന്നു. ഉറ്റ സുഹൃത്താണ് മരണത്തിൽ മുഖ്യ സൂത്രധാരനെന്ന് ഇയാളെ കേസിൽ പ്രതിയാക്കണമെന്നും സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥൻ ക്രൂര മർദ്ദനത്തിനിരയായ 3 ദിവസവും ഇയാൾ ഒപ്പമുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ ഫോണിൽ കിട്ടാത്തപ്പോഴൊക്കെ ഇയാളാണ് വിളിക്കുക. പലപ്പോഴും നെടുമങ്ങാട്ടെ വീട്ടിൽ വന്നിട്ടുണ്ട്. മർദ്ദന വിവരം ഈ വിദ്യാർത്ഥിക്ക് നന്നായി അറിയാം. കോളേജിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇയാൾ തങ്ങളെ അറിയിച്ചില്ല എന്നതിൽ ദുരൂഹതയുണ്ട്. ഇയാളാണ് അവസാന നിമിഷം വരെ സിദ്ധാർത്ഥിന്റെ ഫോൺ കൈകാര്യം ചെയ്തത്. ഇതുവരെ പേര് പുറത്തു വന്നിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ രാഷ്ട്രീയ നേതാവാണെന്നും സിദ്ധാർത്ഥൻ പറഞ്ഞിട്ടുണ്ട്. ജയപ്രകാശ് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നും ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്ത്, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ എന്നിവർ നയിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും കയറിയ മരപ്പട്ടിയെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ ഏൽപ്പിച്ചാൽ ആ മരപ്പട്ടി പിണറായി വിജയനേക്കാൾ അന്തസ്സോടെ കൈകാര്യം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കേരളം ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഒരു അവസ്ഥയിലാണ്. ഒരു ദിവസം കഴിയുന്നവർ ദുരൂഹതകളൊന്നും തന്നെ മറനീക്കി പുറത്തു വരുന്നില്ല. ഒരുപാട് ചോദ്യങ്ങളാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നത്.